ശംഭോ മഹാദേവ ദേവസ്വം ഓഫീസർ. ഇപ്പോൾ ജാനുവരി 23-ന് കൊടിയേറ്റം ഉത്സവമായി. അങ്ങയുടെ 4ാമത്തെ ഉത്സവമാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഇക്കൊല്ലത്തെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ആദ്യ ഉത്സവം മുതൽ മുന്നിൽ വന്നു നിൽക്കുന്ന ഈ പുതിയ ഉത്സവം വരെ എല്ലാം എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു നിയോഗം എന്ന് മാത്രമാണ് കരുതുന്നത്. എല്ലാ വർഷവും എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരണം, ജനങ്ങൾക്ക് ഓരോ വർഷങ്ങളിലുള്ള ഓരോ പരാതികളും മാറ്റിയെടുത്ത് കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഉത്സവത്തിനും ഭംഗിയായിട്ടുള്ള പല കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ട്. ഈ കൊല്ലത്തെ ഉത്സവത്തിന് 23-ാം തീയതി ചേന്നാസ് നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് നടത്താനായിട്ട് പോകുന്നത്. എല്ലാ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരും അതിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. 28-ാം തീയതിയാണ് ഭക്തജനങ്ങൾ കൂടുതലായിട്ട് എത്തിച്ചേരുന്ന ഉത്സവ ബലി ചടങ്ങുകൾ നടക്കുക. 29-ാം തീയതിയാണ് ക്ഷേത്രത്തിലെ പകൽപൂരം എന്ന വലിയൊരു ചടങ്ങ് നടക്കുന്നത്. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ 11 ആന എഴുന്നള്ളിപ്പും കുടമാറ്റവും എല്ലാം ഭംഗിയായിട്ട് തന്നെ ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 30-ാം തീയതിയാണ് ആറാട്ട് ഒരുങ്ങുന്നത്. വലിയ ആനകൾ എല്ലാ കൊല്ലങ്ങളിലും സാധിക്കാവുന്ന തരത്തിലുള്ള ഗജവീരന്മാരെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അത് ഈ തവണയും ശ്രമിക്കുന്നുണ്ട്. വലിയ ആനകളെല്ലാം വരുന്നുണ്ട്. കേരളത്തിൽ ശാന്തസ്വരൂപരായിട്ടുള്ള ആനകൾ എത്തുന്നുണ്ട്, പേരുകേട്ട ആനകൾ എത്തുന്നുണ്ട്. 5 വേദികളിലായിട്ട്, അതായത് ക്ഷേത്രാങ്കണത്തിലെ വേദി, കൂത്തമ്പലത്തിലെ വേദി, ക്ഷേത്രാങ്കണത്തിൽ തന്നെ കുറത്തിയാട്ടം എന്ന ചടങ്ങിന് വേണ്ടിയിട്ടൊരു പ്രത്യേക വേദി തയ്യാറാക്കുന്നുണ്ട്. വടക്കേ നടയിൽ ബ്രാഹ്മണ സമൂഹ മഠത്തിൻ്റെ മുമ്പിലുള്ള വേദി, ദർബാർ ഹാൾ ഗ്രൗണ്ടിലെ പ്രധാന വേദി എന്നീ വേദികളിലായിട്ട് ഏകദേശം 150-ൽ പരം പ്രോഗ്രാംസാണ് ഏർപ്പാടുകൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം 1000-ഓളം കലാകാരന്മാരാണ് ഈ 10 ദിവസങ്ങളിൽ ഉത്സവത്തിന് പങ്കുചേരുന്നത്. അതുകൂടാതെ ഉത്സവത്തിന് തൃശ്ശൂർ പൂരം മാതൃകയിൽ, ഞാനൊരു തൃശ്ശൂർ സ്വദേശിയാണ്, 2 വർഷമായിട്ട് കരുതുന്നതാണ് തൃശ്ശൂർ പൂരം മാതൃകയിലൊരു നിലപ്പന്തൽ എന്നാണ് നമ്മൾ പറയുക. ആ നിലപ്പന്തൽ തൃശ്ശൂർ ചെയ്യുന്നത് പോലെ തന്നെ എറണാകുളത്തും ഒരെണ്ണം ചെയ്താൽ കൊള്ളാമെന്ന് 2 വർഷമായിട്ട് ആലോചിക്കുന്നു. അത് ഈ വർഷമാണ് ഒന്ന് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ സാധിച്ചത്. അത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള മണികണ്ഠൻ എന്ന സുഹൃത്ത് തൃശ്ശൂർ പൂരത്തിന് പന്തലുണ്ടാക്കുന്ന അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പന്തൽ പണി നടക്കുന്നുണ്ട്. ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് ആ പന്തൽ ഉയരുക. 10 ദിവസങ്ങളിലും അതിൽ വർണ്ണാഭമായിട്ടുള്ള വെളിച്ച സംവിധാനവും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. 29-ാം തീയതി 30-ാം തീയതിയാണ് ക്ഷേത്രത്തിലെ വർണ്ണാഭമായിട്ടുള്ള വെടിക്കെട്ട് നടക്കുക. പകൽപൂരവും ആറാട്ട് ദിവസങ്ങളിൽ അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നടത്താനായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അത് ഭംഗിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 27, 28, 29, 30 4 ദിവസങ്ങളിലായിട്ടാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ അന്നദാനം, ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന ഭക്തജനങ്ങൾക്കുള്ള അന്നദാനം 4 ദിവസങ്ങളിലായിട്ട് നടത്തുക. ആ നടത്തുന്നതിൻ്റെ 27-ാം തീയതിയിലത്തെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സിനിമ ചലച്ചിത്ര നടൻ ശ്രീ മമ്മൂട്ടിയാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത്. അന്നേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ രാജീവ് സാറ്, MP ഹൈബി ഈഡൻ, അതുപോലെ MLA, മേയർ മുതലായിട്ടുള്ള എല്ലാ പ്രമുഖ വ്യക്തികളും ആ ചടങ്ങുകളിലെല്ലാം പങ്കുചേരും. ജനുവരി 21-ാം തീയതിയാണ് കലാസാംസ്കാരിക പരിപാടികളുടെയും ചമയ പ്രദർശനത്തിൻ്റെയും ഉദ്ഘാടനം നടക്കുക. അതുകൂടാതെ അടുത്തൊരു പൊതുയോഗം എന്ന് പറയുന്നത് 22-ാം തീയതിയാണ്. 22-ാം തീയതി എറണാകുളത്തപ്പൻ പുരസ്കാരവും, അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 3 വർഷക്കാലമായിട്ട് ആയുർവേദ ഡിസ്പെൻസറി ആരംഭിച്ചിട്ടുണ്ട്. ഭഗവാൻ വൈദ്യനാഥൻ കൂടിയായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അതുകൊണ്ട് തന്നെ വളരെ വിജയകരമായിട്ടാണ് എറണാകുളത്തപ്പൻ ആയുർവേദ ഡിസ്പെൻസറി ഭക്തജനങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു പോരുന്നത്. ആഴ്ചയിൽ 6 ദിവസങ്ങളിൽ പ്രവർത്തനം സൗജന്യമായി നടത്തുന്നൊരു ആയുർവേദ ഡിസ്പെൻസറിയുടെ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ വൈദ്യനാഥ പുരസ്കാരവും
ഏർപ്പാട് ചെയ്തു തുടങ്ങിയിരുന്നു. അത് ഈ തവണ 2ാമത്തെ പുരസ്കാരമാണ്. ഈ വർഷത്തെ എറണാകുളത്തപ്പൻ പുരസ്കാരം പ്രശസ്ത മേളകലാകാരനായിട്ടുള്ള പെരുവനം സതീശന്മാരാർക്കാണ്. അതുപോലെ വൈദ്യനാഥ പുരസ്കാരം ആയുർവേദ ഡോക്ടർ KG രവീന്ദ്രൻ സാറിനാണ്. അത് ആണ് തീരുമാനിച്ചിട്ടുള്ളത്. എറണാകുളത്തപ്പൻ ആയുർവേദ ഡിസ്പെൻസറിയും എറണാകുളം ഉപദേശക സമിതിയും ക്ഷേത്രോപദേശക സമിതിയും എറണാകുളം ദേവസ്വവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇവരെ രണ്ടുപേരെയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. 22-ന് നടക്കുന്ന ഈ സാംസ്കാരിക ചടങ്ങിലാണ് ഇവർക്ക് ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക. അതുകൂടാതെ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരായാലും ക്ഷേത്രത്തിന് സഹായ സഹകരണങ്ങൾ നൽകി വരുന്ന ബഹുമുഖമായിട്ടുള്ള പ്രതിഭകളായിട്ടുള്ള ആളുകളെയും ഒക്കെ ആദരണീയമെന്ന ഒരു ചടങ്ങ് തയ്യാറാക്കി അവരാദരിക്കുന്ന ചടങ്ങും 22-ാം തീയതി തന്നെ നടക്കും. ഒരു 10 വർഷക്കാലത്തിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക എന്നാൽ അതിൽ കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിലുള്ള പുഷ്പാലങ്കാരമായിരിക്കാം ഈ വർഷത്തെ ഉത്സവത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. വളരെ സ്പെഷ്യലായിട്ടുള്ള തിരുപ്പതി ക്ഷേത്രത്തിൽ ചെയ്യുന്ന അവിടെ നിന്നാണ് അവരെ കൊണ്ടുവരാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സജ്ജീകരണമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അത് ആറാട്ടിനും പകൽപ്പൂര ദിവസത്തിലെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലയിൽ ആ പുഷ്പാലങ്കാരം കൊണ്ടുവരാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ പാർക്കിങ്ങിന് ഒരു സൗകര്യം വളരെ കുറവാണ് ക്ഷേത്രത്തിൽ. ഈ കൊല്ലം എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ സാധിക്കാവുന്ന പാർക്കിംഗ് സംവിധാനം കൂടി എക്സ്ട്രാ ആയിട്ട് ഏർപ്പാട് ചെയ്യാനായിട്ട് ദേവസ്വവും ക്ഷേത്ര ഉപദേശക സമിതിയും തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഉത്സവം ഭംഗിയാക്കുന്നത് ഭക്തജനങ്ങളാണ്. അത് 2 വിധത്തിലാണ്. ഭക്തജനങ്ങളുടെ അച്ചടക്കം, അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്നുമുള്ള 1 രൂപ വാങ്ങിയിട്ട് വേണം ഉത്സവം നടത്താനെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതായത് ഒരു വ്യക്തി വന്ന് 2-3 കോടി രൂപ തന്ന് ഉത്സവം നടത്തുന്നതിൽ യാതൊരു ശരിയുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വരുന്ന എറണാകുളത്തപ്പൻ്റെ ഓരോ ഭക്തൻ്റെ കയ്യിൽ നിന്നും 1 രൂപയെങ്കിൽ 1 രൂപ വാങ്ങിച്ച് അതിൽ നിന്ന് അന്നദാനവും ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളും ധനമായാലും ധാന്യമായാലും എന്തായാലും അങ്ങനെ വാങ്ങി ഉത്സവം നടത്തണമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉത്സവം നടത്താനായിട്ടുള്ള നിങ്ങളുടെ പിന്തുണയും ശക്തിയും സഹായ സഹകരണങ്ങളും നൽകുക എന്നുള്ളത് ഒരു ഭാഗം. ഒപ്പം തന്നെ ഈ ഉത്സവം എന്ന് പറയുന്നത് 1-2 ലക്ഷം ആളുകൾ എത്തിച്ചേരുന്ന ഒരു മഹത്തായിട്ടുള്ളൊരു ചടങ്ങാണ്. ആ ചടങ്ങിന് ഓരോ ഭക്തനും ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ, അതായത് ദേവസ്വത്തിൻ്റെ ആയാലും ഉപദേശക സമിതിയുടെ ആയാലും ഞങ്ങളുടെ വളണ്ടിയേഴ്സിൻ്റെ ആയാലും എല്ലാവരുടെയും ഒരു നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പാലിച്ച് അച്ചടക്കം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഒരു അനിവാര്യതയാണ്. എങ്കിലേ ഉത്സവം ഭംഗിയാവുകയുള്ളൂ. നിങ്ങളുടെ സുരക്ഷയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നമ്മളെല്ലാം ചിട്ട പോലെ കൈകാര്യം ചെയ്തു വരുന്നത്. അപ്പോൾ ഉത്സവം വളരെ ഭംഗിയാക്കുന്നതിന് എല്ലാ ഭക്തരും വളരെ സഹായ സഹകരണങ്ങൾ നൽകി ഒപ്പമുണ്ടാകുക. എറണാകുളത്തപ്പൻ്റെ ഭക്തൻ എന്ന് പറയുന്നത് തന്നെ ഒരു പുണ്യമായിട്ട് കണക്കാക്കി ഇതിനോടൊപ്പം ചേരുക എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. നമസ്കാരം.